ഇനി എത്ര നേരം എന്ന് വെച്ചാ വേഗം പറ, ഇല്ലേ പോയിന്റ്സ് എഴുതിയേക്കാം. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിലീ നീലരാവിലെ സ്നേഹവേദിയ മമ തോഴിയായി വാ പ്രിയമഹീ അന്നൊരിക്കലെങ്ങു കണ്ട നാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാൻ. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ അമ്മ ചേച്ചി, നീ നായുടെ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു പോയല്ലോ. ഒന്നും ഓർമ്മയില്ല. പ്രമീള മോളെ, പഴയ കാലത്തെ വല്ല പാട്ടുണ്ടോ നോക്ക്, നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ പറയേ, ഞങ്ങളുടെ കയ്യിൽ നായുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഈ അമ്മ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. തോക്കുന്ന ചരിത്രമേ ഇല്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, കാത്തു കാത്തു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്. ചേട്ടാ, നമ്മുടെ വീട്ടിൽ അങ്ങനെ പവർ കട്ട് വരാൻ സാധ്യതയില്ലല്ലോ. മേ ബി ഇൻവെർട്ടർ എന്തെങ്കിലും പ്രോബ്ലം ആയി കാണും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അമ്മോ, നിന്റെ മൊബൈലിലെ ബാറ്ററി ഒന്ന് കാണിച്ചു കൊടുക്ക്. അവൻ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോയേ? അമ്മേ, അത് ബാറ്ററി അല്ല, ടോർച്ചാ. മൊബൈലിലെ ബാറ്ററി അഴിച്ചിട്ട് പോയാലേ വെളിച്ചം വരത്തില്ല. എന്റെ തലേ കയറാൻ നോക്കിയിരിക്കെ ഇവര്. ഞാൻ എന്താ പറഞ്ഞെന്നേ അമ്മൂന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അമ്മോ, നീ ചെല്ലുമോളെ. അവൻ മൊബൈല് കൊണ്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ നമുക്ക്. ശരി അമ്മ. മീറ്റർ ഓൺ ആണ്, ഇൻവെർട്ടറിനും പ്രോബ്ലം ഇല്ല.
കാറ്റുമില്ല മഴയുമില്ല ലൈന് ട്രിപ്പായിട്ടുമില്ല. പിന്നെന്താ ഈ കറണ്ട് പോയത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പവറും കൂടെ ഇല്ല. അതുകൊണ്ടാ വന്നത്. നിനക്ക് ഈ ഇരുട്ടത്തെ എന്തായാലും ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ആദ്യം മൊബൈൽ ടോർച്ചിന്റെ വെട്ടം മതിയെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ തോന്നി വേണ്ട, നിങ്ങൾക്ക് നന്നായിട്ട് വെട്ടം കാണിച്ചു തരണം, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഇങ്ങനെ? എനിക്കെന്താ കുഴപ്പം? അതെന്താ അങ്ങനെ ചോദിച്ചത്? നീ എന്തിനാ നെഗറ്റീവായിട്ടൊക്കെ എടുക്കുന്നേ? പിന്നെന്താ, നിങ്ങൾ പോസിറ്റീവായിട്ടാണോ ചോദിച്ചത്? ഓഫ് കോഴ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ കെയർ ചെയ്യും. അതും പോരാഞ്ഞ് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടിരിക്കട്ടെ എന്ന് കരുതും. ഇത് ഞാൻ ചെറുപ്പത്തൊട്ട് ശീലമാക്കിയതാ. അതുകൊണ്ടാ നീ എന്താ ഇവിടെയെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഒട്ടിച്ചേർന്നിരിക്കും. ഛെ. നീ നേരത്തെ പാടിയ ആ പാട്ടില്ലേ? കുറച്ച് പഴയ പാട്ടാ. എനിക്കത് ഒരുപാട് ഇഷ്ടം. പെട്ടെന്ന് ഓർമ്മ വന്നു. യാ ആ സോങ് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക്സ്. നിങ്ങൾക്കിപ്പോ ഇത് ശരിയാക്കാൻ പറ്റുമോ? യാ, ഇവിടെ എല്ലാം ശരിയായിട്ടിരിക്കുന്നേ. ചിലപ്പോ ഷോർട്ട് സർക്യൂട്ട് വല്ലതും ആയിരിക്കും. ഐ തിങ്ക് ഐ കോൾ ഇലക്ട്രീഷ്യൻ. നിങ്ങളുടെ ഫോൺ പോക്കറ്റിലില്ല. അവിടെയും കണ്ടില്ല. ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഫോണും വെച്ചിട്ട് പോന്നു. വെരി ഗുഡ്. ഈ ലൈറ്റും പിടിച്ചോണ്ട് നിൽക്കുമ്പോ നീ സുന്ദരിയായിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഐ മീൻ മൊബൈലിലെ ടോർച്ചിനെക്കാളും ഇതാ ബെറ്റർ എന്ന് പറഞ്ഞതാ. എല്ലായിടത്തേക്കും ലൈറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ എളുപ്പമായി എന്ന് പറഞ്ഞതാ. ഐ മീൻ എല്ലാം ഇപ്പോ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. ഷുവർ. ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാ, നോക്ക്, നമ്മള് ഇപ്പോള് എന്തു പറ്റി? ആരതി കറക്റ്റ് ടൈമിലാ നീ വന്നേ. ആക്ച്വലി ഇതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്തു. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ചിലപ്പോ ഇന്ന് രാത്രി ഫുള്ളും കറണ്ട് ഉണ്ടായിരിക്കില്ല. എനിക്ക് എന്താ പറ്റിയത്? ഈ അമൂല്യ വന്നു കഴിഞ്ഞാൽ എന്റെ തല മൊത്തം തിരിഞ്ഞു പോവാ. വാട്ട്സ് റോങ് വിത്ത് മീ? പതുക്കെ വിളമ്പ് നീ. എല്ലാവർക്കും ശരിയായിട്ട് തന്നെ വിളമ്പണം കേട്ടോ, മറക്കല്ലേ. ശരി അമ്മേ.
മുത്തശ്ശി ചേട്ടന്റെ അടുത്തിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അതെന്താന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഓർമ്മയില്ല. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്തിനാ സാഹിത്യ കൊച്ചുകുട്ടികളെ പോലെ കാണിക്കുന്നേ? വാ, സിദ്ധാർത്ഥന്റെ അടുത്തിരിക്കുക. ശരി, വേണ്ട, വിട്. വിക്കിയുടെ അടുത്തിരിക്കാലോ. വിക്കി, ഒന്നും വേണ്ട, അവൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അയ്യോ, എന്തിനാ എല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നത്? അവൾ അവിടെ തന്നെ ഇരിക്കട്ടെ, വിടൂ. അവള് കല്ല് പോലെ ഉറച്ചിരിക്കുകയാണ് അവിടെ. ഇതെന്താ എല്ലാരും കൂടെ എന്നെ കളിയാക്കാൻ നിൽക്കുക? സാഹിത്യ അതെന്താന്ന് വെച്ചാൽ ചുമ്മാ വായടച്ച് കഴിക്കാൻ നോക്ക് വേഗം. വായടിച്ചിട്ട് എങ്ങനെയാ ചേട്ടാ കഴിക്കാത്? ഫുഡും സെറ്റപ്പ് എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നിന്റെ ഭാര്യ വീട്ടുകാർ എന്തുണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും. വേദാന്ത്, എന്താ ഇത്? എല്ലാരും എന്തിനാ ഇങ്ങനെ തറയിലിരിക്കുന്നത്? ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നേ? ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ഇവിടെ. കാൺട്ട് ബിലീവ് ഇറ്റ്. അതെ സുഹാസിനി, ഇത് വാഴയിലെ കഴിക്കേണ്ട ഭക്ഷണമാ. അതുകൊണ്ട് ഇങ്ങനെ തറയിലിരുന്ന് കഴിക്കണമെന്നുണ്ടോ? അങ്ങനെയല്ല സുഹാസിനി, എല്ലാരും തറയിലിരുന്ന് വാഴയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ കേട്ടോ. അതുമാത്രല്ല, വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാം നമുക്ക്. ഞങ്ങളുടെ വീട്ടിലെ ആഴ്ചയിൽ ഒരു ദിവസം വാഴയില ഭക്ഷണം ഞങ്ങൾ വിളമ്പുന്നേ. എന്തായാലും നല്ല കോമഡിയാ. എനിക്കിതൊന്നും നല്ല ശീലമില്ല. ഐ എം നോട്ട് കംഫർട്ടബിൾ. അങ്ങനെ ഒരു അർത്ഥം കാണണ്ട സുഹാസിനി ഇതില്. വേണമെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ എല്ലാം ഇവിടെ വിളമ്പി വെച്ചിട്ടുള്ളത്. ഇരിക്കേ. ഞാൻ വന്നില്ലല്ലോ, അതിനു മുമ്പേ എല്ലാം വിളമ്പിയില്ലേ? ഇല കഴുകിയിട്ടാണോ ഇട്ടേന്ന് പോലും അറിയില്ല. ഹൈജീൻ ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ആ വിളമ്പി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതിരിക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ളത് എന്താ ഇല്ലാത്തതെന്താ അത് ചോദിച്ചിട്ടാണോ വിളമ്പിയത്? കുറച്ച് കൂടുന്നുണ്ട് സുഹാസിനി. നിന്റെ അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നത് നീ കണ്ടില്ലേ? എനിക്ക് ആരെങ്കിലും വാരി തരണമെന്ന് തോന്നുന്നു. അയ്യോ, നീ 4 വട്ടം വയറ് നിറച്ച് കഴിച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും വാരി തന്ന നന്നായിരിക്കുന്നല്ലേ? മിണ്ടായിരിക്കും പെണ്ണെ, പാവം കണ്ണു വെക്കണ്ട. അയ്യോ, അമ്മയൊന്ന് മിണ്ടായിരിക്കും. അമ്മ ഇങ്ങനെ പറഞ്ഞ ഇവളിങ്ങനെ മറക്കരുതേ. അതിഥി വായടച്ചു നിൽക്ക്. അഞ്ചു മോളെ, ഞാൻ നിനക്ക് വാരിത്തരാം. അഞ്ജു, നിനക്ക് നിന്റെ ചേച്ചി ഇങ്ങനെ വാരിത്തരുന്ന് കാണുമ്പോ എനിക്കും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വാരി തന്നിരുന്നെങ്കിലും തോന്നുന്നു. അമൂല്യേ, അവനൊന്ന് വാരി കൊടുത്തേക്ക്. ആക്ച്വലി അത് ഞാൻ ചുമ്മാ ഇരിക്കട്ടാ. അമ്മു കൊടുക്കും. അയ്യോ, കൊടുക്കമ്മൂ. ഭാര്യ കൊടുക്കറ അവിടെ കൊച്ചേ. അങ്ങോട്ട് കൊടുക്ക്. കൊടുക്കടി.
ഞാനിതൊക്കെ കാണട്ടെ എന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്ന് തോന്നുന്നു. വൃത്തികേട്. ഛേ. സാഹിത്യേ, എന്തിനാ ഈ കുട്ടി എണീറ്റ് പോയേ? അമ്മേ, ആ ജന്തു അങ്ങനെയാ, മിണ്ടണ്ട. ഉണ്ട്. സുഹാസിനി, നിങ്ങളും കഴിക്കാതെ പോവാണോ? എനിക്കിപ്പോ കഴിക്കാനുള്ളൊരു മൂഡില്ല. എടി മുതുക്കി, ഇന്ന് തന്നെ കൊടുക്കുവല്ലേ? കൊച്ചേ, ഞാൻ ഒരൊറ്റ തവണയില് വാരി കൊടുക്കാൻ പറഞ്ഞോളൂ. ഇപ്പൊ വാരി വാരി ഇലയിലെ ചോറൊക്കെ തീർന്നല്ലോ.